Origins Cock, Rifle Club, ആഷിഖ് അബു, ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ്. ആഷിഖ് അബു ഡയറക്ടർ, DOPയും ആഷിഖ് അബു ആണ്. മറ്റ് 3 പേരും കൂടി ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആഷിഖ് അബുവിൻ്റെ ഒപ്പിയം ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. പിന്നെ ഒരു പ്രൊഡ്യൂസർ ഇതിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. വി സാജനാണ് എഡിറ്റർ. റെക്സ് വിജയൻ മ്യൂസിക്കും ഒറിജിനൽ സ്കോറും. റെക്സ് വിജയൻ ശരിക്കും ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ്. പുള്ളി ഇതിൽ തന്നെ ചെയ്തിരിക്കുന്നത് വിൻറ്റേജ് സാധനം, അതേസമയം ഒരു കണ്ടംപററി, അതിൻ്റെ ഒരു അമാൽഗമേഷൻ വന്നിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. പിന്നെ ഈ സിനിമയുടെ കഥ നടക്കുന്നതും 1991 ആ സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പോപ്പ് കൾച്ചർ, അതിൻ്റെ ഒരു മൂഡാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ പടയ്ക്കേണ്ട സ്ഥലത്ത് പുള്ളി സുഷിൻ ശ്യാമ ചെയ്യും പോലെ പടച്ചിട്ടുണ്ട്. വിനായക് ശശികുമാറും അതുപോലെ തന്നെ അൻവർ അലിയും ചേർന്നിട്ടാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ഗന്ധർവയാമം എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. അതായത് നമ്മുടെ ദിതിപുഷ്പൊക്കെ പോലെ ആ സമയത്തുള്ള ആ ഒരു കാലഘട്ടത്തിലെ ഒരു ക്യാമറ പോലത്തെ പരിപാടി. റംസാൻ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ചാവു കടലേ എന്ന് പറഞ്ഞ സോങ്ങൊക്കെ ഉണ്ട്. ആ സമയത്തുള്ള മേക്കിംഗ് ഒക്കെ പൊളിയാണ്. സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് ഡാൻ ജോസ് ആണ്. നിക്സൺ ജോർജാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൗണ്ട് പരിപാടിയൊക്കെ പൊള്ളിയാണ്. പൊള്ളി പരിപാടിയാണ്. അറ്റ്മോസ്ഫിയർ കണ്ടു കഴിഞ്ഞാൽ കിടും. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസ് മഹറാംസ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മാക്സിമം അമൽ നീരദ് പടത്തിലെ കോസ്റ്റ്യൂംസ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ജിനു എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1991 മാംഗ്ലൂർ ആണ് കാണിക്കുന്നത്. അവിടെ വരുന്നു നമ്മുടെ ഹനുമാൻ കൈറ്റൻ്റെ പൊന്നെ ഗജാതി സാധനം എന്ന് വെച്ചാൽ മൂഡ് സാധനം. പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ലുക്കും വാക്കും സ്റ്റൈലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിൻറ്റേജ് സ്റ്റൈലാണ്. മല്ലറ്റ് ഹെയർ സ്റ്റൈലും അതുപോലെ സ്റ്റഡും ഒക്കെ ഇട്ടിട്ട് ഒരു വരവുണ്ട്. സ്മോക്കൊക്കെ ചെയ്തിട്ട് പൊള്ളി സാധനം. പിന്നെ അനുരാഗ് കശ്യപ്, പുള്ളിയുടെ റേഞ്ച് അറിയാലോ. അപ്പോൾ ഇവരൊക്കെ കാണിച്ചൊരു പ്രത്യേക വൈബാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പടം വയനാട്ടിലേക്ക് സുൽത്താൻ ബത്തേരിയിലേക്ക് മാറുകയാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരൽ യൂണിവേഴ്സാണ്. അതായത് ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഏത് മൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വെടി മൂഡ്. അതായത് വെടിവെപ്പ് തന്നെ. ഒരു PUBG ഒക്കെ കളിക്കും പോലെ വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ വെടിവെപ്പോ വെപ്പ്. ഇതിൽ വെടിവെപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്ന ആൾക്കാരെ അറിയാലോ, ശ്യാമും ടീമൊക്കെയാണ്. പിന്നെ ആഷിഖ് അബു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കേരളത്തിലെ അപ്പോസ്റ്റലിനാണല്ലോ പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിലെ ഡയലോഗ്സൊക്കെ ഒരേ പൊളിയാണ്. ബ്ലാക്ക് ഹ്യൂമർ പരിപാടിയും അതൊക്കെ കിടുവാണ്. പക്ഷേ ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒഫീഷ്യൽ വക്താക്കളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഡബിൾ മീനിങ് പറയാൻ പറ്റില്ല. ഈ പടത്തിലെ പ്രധാന പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെപ്പാണ്. അപ്പോൾ അറിയാലോ, വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദ്വയാർത്ഥത്തിലെ മെയിൻ സാധനമാണ്. അപ്പോൾ ഇത് പറയുകയും വേണം. പക്ഷേ ഇത് ഞങ്ങൾ അങ്ങനെ പറയുന്നതല്ലേ എന്ന് നമ്മളെ ബോധിപ്പിക്കുകയും വേണം. അതായത് വെടിവെച്ചിട്ട് പിന്നെ ഠോ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കൂലേ, അതുപോലെ അത്രയ്ക്ക് അരോചക പരിപാടി അത്. പക്ഷേ ഇവർക്ക് വേറെ വഴിയില്ല. എന്ത് ചെയ്യാൻ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വക്താക്കളായി പോയല്ലേ. LJPക്ക് എന്താ പ്രശ്നമില്ല, LJP ചുരുളി എടുക്കാം. കാരണം LJP ഈസ് LJP. ഇത് ഇവർക്ക് അങ്ങനെ പറ്റൂലല്ലോ. അതുകൊണ്ട് ഈ ഇതിൽ ദിലീഷ് പോത്തനൊക്കെ ഉണ്ട്. പുള്ളി ഇതിൻ്റെ ആൾ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ. അപ്പോൾ ദിലീഷ് പോത്തനൊക്കെ ഓരോ ഡബിൾ മീനിങ് സാധനം പറയും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വെടിവെച്ചിട്ട് ഠോ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ ഡബിൾ മീനിങ് അതായത് ഡബിൾ മീനിങ് ആണെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഞങ്ങളുടെ കഥാപാത്രം ഇങ്ങനെ ആയതുകൊണ്ടും ഞങ്ങളുടെ സിനിമയുടെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ടും ഞങ്ങൾ പറയുന്നതാണേ, ഒന്നും കരുതല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥ, ഗതികെട്ട അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ അങ്ങ് പറയാൻ പറ്റണ്ടേ. പടത്തിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഗാങ് വാറാണ്, വെടിവെപ്പാണ്. ഇതിൽ സ്ക്രിപ്റ്റിൽ അങ്ങനെ കാര്യമായിട്ട് കുറേ ലേയേഴ്സും പരിപാടിയൊന്നുമില്ല. വളരെ ലീനിയറായിട്ടുള്ള ഒരു പരിപാടി. പക്ഷേ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ പരിചയപ്പെടുത്തണ്ടേ. അതിനെടുക്കുന്നൊരു സമയമുണ്ട്. ഈ സിനിമ ആകെ 2 മണിക്കൂർ താഴെയുള്ളൂ. 1 മണിക്കൂർ 55 മിനിറ്റും കണ്ടേ ഉള്ളൂ. പക്ഷേ എന്നാൽ കൂടെ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറാണ്. അതിൽ വലിയൊരു ഭാഗം സമയം ഇത്രയും ക്യാരക്ടേഴ്സിനെ ഈ സുൽത്താൻ ബത്തേരി ഈ റൈഫിൾ ക്ലബ്ബിലെ അവിടെയുള്ള അന്തേവാസികളെ പരിചയപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നൊരു സമയമുണ്ട്. അത് കുറച്ച് ഒരു സമയം തന്നെയാണ്. അതായത് തുടക്കത്തിൽ നെറ്റിപ്പായി തുടങ്ങി, പിന്നെ ഫസ്റ്റ് ഹാഫ് വന്ന് സെക്കൻഡ് ഹാഫാണ് എനിക്ക് കൂടുതൽ പറഞ്ഞ ഈ പരിപാടി. ഈ പടത്തിൻ്റെ ഈ വെടിവെപ്പ് പരിപാടീൻ്റെ അതിലേക്ക് കത്തി കയറുന്നത് സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സിലുമാണ്. ആഷിഖ് അബുവിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ. അമൽ നീരദിൻ്റെ എൻറ്റയർലി ഡിഫറെൻറ്റ്. അമൽ നീരദാണ് ഈ പടം എടുത്തെങ്കിൽ മറ്റൊരു ബാച്ചുലർ പാർട്ടി, മറ്റൊരു വരത്തൻ ആയിപ്പോനെ. ആഷിഖ് അബു സ്ലോ മോഷൻസ് ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല.
റിയൽ ടൈമിൽ തന്നെയാണ് വെടിവെപ്പും പരിപാടികളൊക്കെ തന്നെ. പിന്നെ പുള്ളിയുടേതായിട്ടുള്ള യൂണീക്ക് മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഓരോ പടത്തിനും പുള്ളിക്ക് ഓരോ അപ്രോച്ച് ആണെങ്കിൽ കൂടെ ഇതിൽ പുള്ളിയുടെ ആഷിഖ് കപൂറിൻ്റെ പടമാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എല്ലാം ഭയങ്കര കിടുവാണ്. പുള്ളി തന്നെയാണ് DOP ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് അത്രയും കിടുവായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ ആക്ടേഴ്സിനെ യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ മൊത്തത്തിൽ ആ മൂഡ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ പുള്ളി, അതായത് ഈ സിനിമ നടക്കുന്ന ഞാൻ പറഞ്ഞില്ല ഒരു പാരൽ വേൾഡിലാണ് എങ്കിൽ പോലും നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. കാരണം ഇത് നമുക്ക് അങ്ങ് അറിയാം ഇത് ഇങ്ങനെയാണ് പരിപാടി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഡയറക്ടർ അവിടെ വിജയിച്ചു എന്നാണ്. ഇതിൽ കുറേ പേര് നല്ല കിടുവാണ്, കുറേ പേര് അത്യാവശ്യം വെറുപ്പിച്ചിട്ടുണ്ട്. സുരഭി, ദർശന ഇവരൊക്കെ വെറുപ്പിക്കലാണ്. പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്, പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് വെറുപ്പിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളറാണോ പ്രൊഡ്യൂസറാണോ അറിയില്ല. കാരണം എനിക്ക് ഈ സിനിമയ്ക്കകത്ത് കാര്യം അഭിനയിക്കുന്നത്, ഞാൻ അഭിനയിക്കുവാണേ എന്ന് കാണിക്കുന്നത് കാണുമ്പോഴേ അലമ്പാണ്. സുരഭി പരിപാടി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സീൻസും ഇതിനകത്തുണ്ട്. ആഷിഖ് കപൂറിൻ്റെ പടമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ നല്ലോണം വേണമല്ലോ. അതുകൊണ്ട് വെടിക്കാരികൾ ആയിട്ട് കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. പിന്നെ ഈ പറഞ്ഞ സുരഭിയുണ്ട്, ദർശനയുണ്ട്, പിന്നെ സ്ഥിരം നമ്മുടെ ഉണ്ണിമായ ഉണ്ട്. അങ്ങനെ കുറേ പേര്, പൊന്നമ്മ ബാബുവൊക്കെ ഉണ്ട്. പൊന്നമ്മ ബാബുവൊക്കെ പറയുന്നുണ്ട് ഞാനല്ലെങ്കിൽ മികച്ച വെടിക്കാരിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഇവരെ പടത്തിലാണെന്ന് ആലോചിക്കണേ. പക്ഷെ അവരത് മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ വല്ലതും പറയുക, മമ്മൂക്കാൻ്റെ മൂഡ് താങ്ങോ, ഇതാണല്ലോ ഇവരുടെ ഈ മട്ടാഞ്ചേരിക്കാരുടെ ഒരു പരിപാടി. നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, മറ്റേ ഈ പടത്തിൽ മഹേഷിൻ്റെ പ്രതികരണത്തിലൊക്കെ. ഇതിലും ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണല്ലോ മൃഗയ. അപ്പോൾ ഇതിൽ മൃഗയിലെ മമ്മൂട്ടിയുടെ മെത്തേഡ് ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സ്റ്റഡി ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അത് വേറെ രീതിക്കാണ് കാണിക്കുന്നത് എന്ന് മാത്രം. വാണി വിശ്വനാഥിൻ്റെ രണ്ടാമത്തെ തിരിച്ചുവരവാണ്. മാനിഷാദിൻ്റെ പടത്തിൽ ഒരു തവണ വന്നതാണ്. പക്ഷെ ഇതിൽ എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല. വാണി വിശ്വനാഥിൻ്റെ നമ്മുടെ ഹനുമാൻ കൈൻഡായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്, എനിക്ക് വലിയ ഇമ്പാക്റ്റ് തോന്നിയില്ല. ഹനുമാൻ കൈൻഡ് എൻ്റെ മോനെ, പുള്ളിയുടെ തന്നെ റാപ്പിൽ പുള്ളി വരുന്നൊരു സീനുണ്ട്. എൻ്റെ സാധനം ചെക്കൻ പടം തൂക്കിയേനെ, ചെക്കൻ ത്രൂ ഔട്ട് കൊണ്ടേ പടം ചെക്കൻ തൂക്കിയേനെ. അതുപോലത്തെ പരിപാടി പുള്ളിയുടെ കയ്യിലുണ്ട് കേട്ടോ. പുള്ളിയെ നോക്കി വെച്ചോ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ജിത്തു മാധവൻ്റെ പോലത്തെ ആൾക്കാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ലെവൽ പോകുന്നറിയാം ഹനുമാൻ കൈൻഡ്. അങ്ങനെ പിന്നെ വിജയരാഘവൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് കിട്ടിയ റോൾ അദ്ദേഹം കിടുവാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ റേഞ്ചിന് പറ്റിയ റോളാണ്. പിന്നെ റാഫിയൊക്കെ ഉണ്ട്, റാഫിക്കൊന്നും വലിയ റോളൊന്നുമില്ല. ദിലീഷ് പോത്തനാണ് ഇതിലെ നായകൻ എന്ന് പറയാവുന്ന ദിലീഷ് പോത്തനാണ്. അദ്ദേഹം കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. സ്പീഡിൽ ഓടുന്നത് കാണിക്കുന്നുണ്ട്, പുള്ളി ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ദിലീഷ് പോത്തൻ ത്രൂ ഔട്ട് ഗംഭീര കയ്യടിയും കിട്ടിയിട്ടുള്ളത് ദിലീഷ് പോത്തൻ്റെ കൗണ്ടേഴ്സിനും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനൊക്കെ തന്നെയാണ്. കൺവിൻസിങ് സ്റ്റാർ നമ്മുടെ സുരേഷ് കൃഷ്ണയുണ്ട്. പുള്ളി കൺവിൻസിങ് സ്റ്റാർ ആണെന്ന് ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു. ഇതിൽ കുറേ കൺവിൻസിങ് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. ഡോക്ടറാണ് മുന്നേ ശത്രു അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി ത്രൂ ഔട്ട് ഭയങ്കര വൈബായിരുന്നു. കാരണം ഓൾറെഡി ആൾക്കാർ പുള്ളിയെ കൺവിൻസിങ് സ്റ്റാറായിട്ട് കൺസീവ് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ആ വൈബ് നന്നായിട്ട് കിട്ടുമല്ലോ. പിന്നെ വിനീത് കുമാർ, നമ്മുടെ പഴയകാല നടൻ, പുള്ളി ഇതിൽ നൈസായിരുന്നു. പുള്ളി വളരെ യങ്ങായിട്ട് ഇപ്പോഴും കാണപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ റംസാൻ ഇതിൽ ഡാൻസറാണെങ്കിലും ഒരു സൈഡ് കിക്ക് ഉണ്ട് റംസാൻ, നല്ല രസമാണ്, നല്ല രസത്തിൽ റംസാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേരാ ഇതിലുള്ള. പിന്നെ സെന്ന ഹെഗ്ഡെയൊക്കെ ഉണ്ട്, പുള്ളി അറിയാലോ ഡയറക്ടർ. പ്രശാന്ത് മുരളിയെ കൂടി എടുത്ത് പറയണം, പുള്ളി ഒരു അച്ഛൻ ക്യാരക്ടർ ചെയ്ത് പുള്ളിയുടെയൊക്കെ കിഡു ഡയലോഗ് ഉണ്ടായിരുന്നു. പുള്ളിയും അടിപൊളിയാണ്. കുറേ പേരുണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് പേര് ഈ സ്ത്രീ പ്രാതിനിധ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് ഈ തോക്കും പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ എപ്പോഴും ഈ സ്പൂൺ ഫീഡിങ് പരിപാടി ഫീൽ ചെയ്യുന്നു ഇവരെ പടങ്ങളിൽ. ഈ കഴിഞ്ഞ അമൽനിരത് പടത്തിൽ മറ്റേ എന്താണിക്ക ശ്രദ്ധയെ കാണിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ നല്ല രസമായിരുന്നു. അതായത് തിയേറ്ററിൽ കാണുന്ന സമയത്തേ, ഈ ക്രൗഡിനോട് കാണുന്ന സമയത്ത് ഏത് മൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിമൂഡ്, അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഫ്രെയിമുണ്ട്, ഒരു ആഷിഖ് കപൂർ സെറ്റ് ചെയ്ത ഫ്രെയിം, ഒരു അടിപൊളി ഫ്രെയിം, ഒരു അന്തി അത്താഴൊക്കെ പോലെ നല്ല നൈസായിരുന്നു അത്. ഇതിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണിക്കുന്നുണ്ട്, അതിൽ ഒരു ക്യാപ്ഷൻ, എവരിബഡി വാണ്ട്സ് ടു ഈറ്റ്, ഓൺലി എ ഫ്യൂ ആർ വില്ലിങ് ടു ഹണ്ട്. അതാണ് എസ് എ ഹോൾ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അതാണ് പറയാനുള്ളത്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. ഐ ലൈക്ക് ഇറ്റ്.